ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നൊരു പ്രഭാതം കൂടി ദൈവം തന്നതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ ഇന്നും ഈ ഒരു പ്രഭാതത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമുക്കറിയാത്ത ഒരുപാട് ദൈവമക്കൾക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി സമർപ്പിച്ച് ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസം മുഴുവനുമായിട്ട് നമ്മൾ സ്ട്രെസ്സ്, സ്ട്രെയിന്, ടെൻഷൻ, ഡിപ്രഷൻ എല്ലാം ദൈവത്തിനൊരു പ്രഭാതത്തിൽ ആദ്യം തന്നെ കൊടുത്തിട്ട് വേണം നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പലപ്പോഴും മിസ്റ്റേക്ക് പറ്റാറുള്ള ഒരു ഭാഗമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ദൈവത്തിന് 1-ാം സ്ഥാനമാണ് കൊടുക്കുന്നത് എന്ന് പറയെങ്കിലും ചില സാഹചര്യങ്ങളിൽ പലപ്പോഴും നമ്മളത് പാലിക്കാറില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആ ഒരു ഓർമ്മയോടുകൂടി വേണം, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വേണം എഴുന്നേൽക്കാനായിട്ട്. ഹല്ലേലൂയ. ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന 1-ാം സ്ഥാനം കൊടുക്കാൻ പറ്റുന്ന മേഖലകളിലെല്ലാം 1-ാം സ്ഥാനം കൊടുക്കുക. ഈശോ എനിക്ക് കാണിച്ചു തന്ന, അല്ലെങ്കിൽ ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നൊരു വലിയ സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യം ഭരിക്കുന്ന ഒരു രാജാവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു രാജാവ്, നല്ലൊരു രാജാവ്, ജീവൻ കൊടുത്ത ഒരു രാജാവ്, ദേശത്തിന് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി തൻ്റെ ജീവൻ തന്ന ഒരു രാജാവ്, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു രാജാവ്, തൻ്റെ പ്രജകളിൽ ഒരാൾ, തൻ്റെ ജനത്തിൽ ഒരാൾ ഒരാവശ്യം രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജാവിനത് നോക്കിക്കണ്ടുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ രാജാവെന്ന് പറയുന്നത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അവനവൻ്റെ ആവശ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുക, നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് ഒരു രാജാവാണ്, രാജാതിരാജനാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ രാജാവിന് കൊടുക്കേണ്ട ഒരു സ്ഥാനം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊടുത്തിരിക്കണം. ഹല്ലേലൂയ. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഒരു പ്രഭാതം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലകളിലെ ആകുലതകളും വ്യാകുലതകളും ഒക്കെ നിങ്ങൾ അവിടെ ഇട്ടിട്ട് ഇന്നത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഞാനെന്നും അതിരാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു ആളായിരുന്നു. പക്ഷേ എൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി എനിക്ക് കൂടാൻ തുടങ്ങിക്കഴിഞ്ഞ സമയങ്ങളിൽ ഒത്തിരി വെളുപ്പിനെ തണുപ്പടിക്കുന്ന ഒരു അവസ്ഥയിലൊന്നും എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷെ ഞാൻ എപ്പോഴാണോ രാവിലെ എഴുന്നേൽക്കുന്നത്, ചിലപ്പോൾ 5 മണിക്ക് എണീക്കും, ചിലപ്പോൾ 5:30 എണീക്കും, ചിലപ്പോൾ 6 മണിയായിരിക്കും എഴുന്നേൽക്കുക. അപ്പോൾ ഈ സമയത്തൊക്കെ എഴുന്നേൽക്കുന്ന ആ ഒരു ഫസ്റ്റ് ടൈം തന്നെ ഞാൻ പ്രാർത്ഥിക്കും. മെഴുകുതിരി കത്തിച്ച് പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയി അമ്മയുടെ അരികിൽ മെഴുകുതിരി കത്തിക്കും, പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരുപാട് പൂക്കൾ, വലിയ മന്ദാരം നിൽപ്പുണ്ട്. അപ്പം അതിൽ നിറയെ പൂക്കൾ, ഞാൻ ഒരു തവണ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയൊരു കഥ പറഞ്ഞായിരുന്നു. ഒരിക്കൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര പവറാണ് സാക്ഷ്യത്തിന്. ഞാൻ ഇവിടെ വരുന്ന ഇടയ്ക്ക് ഈ മന്ദാരത്തിൽ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. മഴക്കാലത്താണ് വരുന്നത്. ആ സമയത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ 1-2 പൂക്കളായിരുന്നു. എന്നും ഇങ്ങനെ തന്നെയായിരുന്നു വന്നിരുന്നത്. ഞാൻ ഒരിക്കൽ പരിശുദ്ധ അമ്മയ്ക്ക് ഇതുപോലെ പൂക്കൾ സമർപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ ഇവിടെ വീടിന് മുറ്റത്ത് അങ്ങനെ ചെടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ സമർപ്പിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ മന്ദാരത്തിൽ പൂക്കൾ നിറയെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്നും അമ്മയ്ക്ക് പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എന്നും അതിരാവിലെ എണീറ്റ് ഞാൻ പ്രാർത്ഥിക്കാം, അമ്മയ്ക്ക് പൂക്കൾ രാവിലെ എണീറ്റ് അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ അമ്മ കൂടെ ഉണ്ടെന്നുള്ള സാന്നിധ്യം അമ്മ അറിയിക്കണം, അത് ഈ പൂക്കളിലൂടെ അമ്മ അറിയിച്ചു തരണമെന്നായിരുന്നു എൻ്റെ ആവശ്യം. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാനിത് പറഞ്ഞതിന് ശേഷം ഈ മന്ദാരത്തിൽ നിറയെ പൂക്കളിടാൻ തുടങ്ങി. അതും നമ്മളൊരു പൂ ചോദിച്ചാൽ ഒരു പൂന്തോട്ടം തരുന്നവനാണ് നമ്മുടെ കർത്താവ്. നിറയെ പൂക്കൾ. ഞാനിതിൽ നിന്നും പൂക്കൾ പറിച്ച് അമ്മയ്ക്ക് മാല കോർത്ത് ഇടുമായിരുന്നു. പക്ഷേ ഒരിക്കൽ എൻ്റെ മനസ്സിലിങ്ങനൊരു തോന്നൽ വരികയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എൻ്റെ ഓരോ പ്രവൃത്തികളും പ്രാർത്ഥനയും ഒക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കും. അപ്പോൾ ഒരിക്കലും ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത്. പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ പോലും എനിക്കെന്തോ കുറച്ചുകൂടി നന്നായിട്ട് ഒരു സമർപ്പണം ആവശ്യമാണെന്ന് ഒരു ബോധ്യം കിട്ടുകയാണ്. അങ്ങനെ ഞാൻ എന്നും അത് അതിരാവിലെ എണീറ്റ്, ഞാൻ പറഞ്ഞല്ലോ 5:30 അല്ലെങ്കിൽ 6 മണിക്കൊക്കെയാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. കാരണം എൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് തിരി കത്തിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ആ ദിവസത്തെ സമർപ്പിക്കുകയാണ്. അതിനുശേഷമാണ് ഞാൻ പോയി ഈ വാതിൽ തുറക്കുമ്പോൾ മന്ദാരം നിറച്ച് പൂക്കളായിരിക്കും. ഇല കാണാൻ പാടില്ലാത്ത രീതിയിൽ ഇങ്ങനെ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് കാണുമ്പോൾ വളരെ സന്തോഷം. അതും അതിരാവിലെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ. അതായത് ഈ പൂക്കൾ, വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ മാത്രം ഞാൻ കുറേ പറിക്കും. എന്നിട്ട് അമ്മയുടെ അരികിൽ കൊണ്ടുവന്ന് ഇത് സമർപ്പിച്ചിട്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കും ഇന്ന് മരണപ്പെട്ടു പോയ ആത്മാക്കൾക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആത്മാക്കളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ വേണ്ടി, രക്ഷിക്കപ്പെടാൻ വേണ്ടി യേശുവിൻ്റെ അരികിലേക്ക്, സ്വർഗീയ അനുഭവത്തിലേക്ക് ചെല്ലാൻ വേണ്ടി സമർപ്പിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഞാനത് സമർപ്പിച്ചതിന് ശേഷം ഇന്ന് വരെ ആ പ്രാർത്ഥനകൾ മുടങ്ങിയിട്ടില്ല, പൂക്കൾ സമർപ്പിക്കുന്നതും മുടങ്ങിയിട്ടില്ല. കാരണം ആ സമയത്ത് ദൈവം എന്നെ ഓർമ്മപ്പെടുത്തും. അതിന് ശേഷം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പൂക്കൾ സമർപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്കിത് സമർപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലോ. കാരണം ഞാൻ ഈ പൂക്കൾ പറിക്കാനായിട്ട് ചെല്ലുന്ന സമയത്തൊക്കെ എനിക്ക് അനുഭവപ്പെടുന്ന എന്താണെന്നറിയാമോ, ഒരുപാട് ആത്മാക്കൾ എനിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടാകുന്നത് ഓരോ ദിവസവും. അത് വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കൾ കാണുമ്പോൾ എനിക്ക് അവരുടെ മുഖത്തെ സന്തോഷമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാലാണ് അവർക്ക് ഇതിൽ നിന്ന് മോചനം കിട്ടുള്ളൂ എന്ന് അവർക്കറിയാം. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ പുറത്താണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ ഇതുവരെ മുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, ഈ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ പല ആളുകളും പറയും ഇതൊന്നുമില്ല, നമുക്ക് മരണശേഷം ജീവിതമൊന്നുമില്ല. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ, അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടെങ്കിലാണ് അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നുണ്ട്. കാരണം അത് അനുഭവിച്ചവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ശത്രുവായിക്കോട്ടെ മിത്രമായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം അത് എന്നും നമ്മൾ ഒരാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് പേരാണ് രക്ഷപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഇതേ മേഖലയിൽ തന്നെ ജോലി ചെയ്യാൻ സാധിക്കാതെ, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ മടിയുണ്ടായിട്ട് അലസമായിട്ട് ജീവിച്ച ആത്മാക്കളുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സമർപ്പിക്കുക. ഇനി നമ്മൾ തുണി അലക്കുകയാണെങ്കിൽ ഇതുപോലെ അലക്കാനും ഇതൊക്കെ മടിയുള്ള ആത്മാക്കളുണ്ടാവും, മരിച്ചു പോയിട്ടുള്ളവർ. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് സമർപ്പിക്കാം.
ഇനി നമ്മൾ ചെയ്യുന്ന ഏത് മേഖല ആയിക്കോട്ടെ, ആ മേഖലയെ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുക. ഇനി ദേഷ്യം, കോപം ഇതൊക്കെ ഉള്ള ഇതുപോലുള്ള ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അതുപോലെ കൊലപാതകമൊക്കെ ചെയ്തവരുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എളിമയിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ സമർപ്പിക്കുക. അപ്പോൾ എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ഈ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ പ്രവർത്തികൾ സമർപ്പിക്കുമ്പോൾ നമുക്കറിയാമോ, നമ്മളറിയാതെ തന്നെ അവർ രക്ഷ പ്രാപിക്കുന്നു. അതോടൊപ്പം തന്നെ അനേക ആത്മാക്കളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ജനതയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സഹനം വന്നാലും നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഇവർ നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറക്കരുത്. ഇനി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജപമാല ഭക്തി. നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, രക്തക്കണ്ണീരിൻ്റെ ജപമാല പറ്റുന്നുണ്ടെങ്കിൽ ചൊല്ലി പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ പൈശാചിക മേഖലകളെ തകർക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെയാണോ ആയിരിക്കും, നമ്മുടെ ഭവനത്തിലാണെങ്കിൽ നമ്മുടെ മുറികളിൽ ഒക്കെ മാറി മാറി ഇരുന്നൊക്കെ ജപമാല ചൊല്ലണം. അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോഴൊക്കെ ഹൃദയത്തിൽ വാതിലും തുറന്നൊക്കെ നമുക്ക് ജപമാല ചൊല്ലി സമർപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ പുറമേ ജോലി ചെയ്യുമ്പോഴൊക്കെ മുറ്റം അടിക്കുമ്പോഴൊക്കെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എവിടെയാണോ ജപമാല സമർപ്പിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഇത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്തുകൊള്ളുക. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ജപമാല ഒരിക്കലും മാറ്റി നിർത്തരുത്. കാരണം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല, കൃപ അധികമായിട്ട് കിട്ടുമെന്നറിയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആത്മാക്കൾ, അതായത് ദുഷ്ടാരൂപികൾ നമ്മളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് പലതരം സഹനങ്ങൾ തരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബൈബിൾ പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സഹനമുണ്ട്. പക്ഷേ ജപമാല ചൊല്ലാനായിട്ട് എനിക്ക് ചില സമയങ്ങളിൽ വൈകിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അധികമായിട്ടുള്ള ഒരാളാണ്. എങ്കിലും ഞാൻ റെസ്റ്റൊക്കെ എടുത്തിട്ട് രാത്രി ഇതുപോലെ കിടന്നുറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്തൊക്കെ ഒരുപക്ഷെ എനിക്ക് ഉറക്കം വരാറില്ല. ആ സമയവേളകളിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കും പ്രാർത്ഥിക്കാനായിട്ട്. ഞാൻ കിടന്നുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ ജപമാലയും രക്തക്കണ്ണീൻ്റെ ജപമാലയൊക്കെ ചൊല്ലി അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ നമ്മൾ കംഫർട്ടബിളായിട്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ ചൊല്ലുക. ഉറക്കം തൂങ്ങിക്കൊണ്ടൊന്നും പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫ്രഷ് ആവുക, മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ട് ഇരിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉറങ്ങുക. ജസ്റ്റ് ഉറങ്ങി എണീറ്റ ശേഷം നിങ്ങൾ ശരീരം ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുക. ഒരു ദിവസം നമുക്കൊരു പക്ഷേ 4 രഹസ്യങ്ങളൊന്നും എല്ലാ ദൈവമക്കൾക്കും ചൊല്ലാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ പ്രാർത്ഥിക്കാനായിട്ട്, നിങ്ങൾ വേറൊന്നും പ്രാർത്ഥിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന പ്രാർത്ഥനയെന്ന് പറയുന്നത് ഏറ്റവും നല്ല, നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല പ്രാർത്ഥനയെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുമ്പസാരം തന്നെയാണ്. വിശുദ്ധ കുമ്പസാരമാണ്. അപ്പോൾ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മൾ ഡെയിലി നിങ്ങൾ നിരന്തരം കുമ്പസാരിക്കാൻ പറ്റുമെങ്കിൽ നിരന്തരം കുമ്പസാരിക്കുക. ഈശോയോട് കൂടുതൽ അടുക്കാൻ നമ്മളെ സഹായിക്കും. കൂടുതൽ ഈശോയുമായിട്ടുള്ള ബന്ധം കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. എപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഓർമ്മപ്പെടുത്തലാണ്. വീണ്ടും പിന്നെയും കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തിച്ചു പറയുന്ന പോലെ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷേ എനിക്ക് അഭിമാനമാണ് കേട്ടോ, നിങ്ങളെക്കുറിച്ച് ഓർക്കും വളരെ അഭിമാനമാണ്. കാരണം നിങ്ങൾ നിത്യജീവൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളാണ്. നമുക്ക് ആവശ്യം അതാണ്, നിത്യജീവനാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്.
തരുന്നത് നിത്യജീവനാണ്. പക്ഷെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ബലം വേണം. ഈ ബലം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ബലം കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടി ഒരുപാട് ആത്മാക്കൾ പ്രാർത്ഥിക്കാനുണ്ടായിരിക്കണം, അല്ലേ? ഒത്തിരി ആത്മാക്കൾ പ്രാർത്ഥനയിലുണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. മറക്കാതെ നമ്മുടെ ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ വളരെ സജീവമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ.